ശ്രീജിത്തേട്ടാ, തൊട്ടു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറി മർദ്ദനം. അതുപോലെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആകെ ഞെട്ടിച്ചൊരു സംഭവമാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. അതുമായി സംബന്ധിച്ച് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവുണ്ട്. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് 17 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തായിരുന്നു. ഇവർക്കുള്ള സസ്പെൻഷൻ നീക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കേസിന്റെ അടുത്ത ഒരു സുപ്രധാന നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് എന്തായിരിക്കും? എന്തായാലും അതിന് മുമ്പ് ഈ കോളേജിനെ കുറിച്ച് പറയണം. ഇത് വയനാട്ടിൽ വൈത്തിരി പൂക്കോട് സ്ഥിതി ചെയ്യുന്ന ഒരു കോളേജാണ്. പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. വയനാട് അറിയാമല്ലോ, ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പോൾ ഏതൊരു വിദ്യാർത്ഥിയും പോയാൽ ഏറ്റവും പഠിക്കാൻ അനുകൂലമായ ഒരു സാഹചര്യമുള്ള ഒരു മികച്ചൊരു കോളേജാണ് അത്. വയനാടിൻ്റെ ആ കാലാവസ്ഥയും തണുപ്പും അങ്ങനെയുള്ള ഒരു മികച്ചൊരു കോളേജായിരുന്നു. ആ കോളേജിലാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് സിദ്ധാർത്ഥനും പഠിക്കാൻ പോകുന്നത്. പക്ഷേ ആ സിദ്ധാർത്ഥൻ പിന്നീട് വീട്ടിൽ തിരിച്ചു വന്നത് മൃതദേഹമായിട്ടായിരുന്നു. അത് വലിയ കേരളത്തെ എല്ലാവരും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അത്തരത്തിൽ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടിമുറികൾ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഉണ്ട്. പ്രത്യേകിച്ച് SFIക്ക് സ്വാധീനമുള്ള കോളേജുകളിലാണ് ഇത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവർ എന്തായാലും ഈ സിദ്ധാർത്ഥൻ്റെ അതാണ് ഈ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2 ദിവസം മുൻപായിരുന്നല്ലേ ആ വാർത്ത പുറത്തു വന്നത്. ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ SFI പ്രവർത്തകർ തന്നെ മർദ്ദിക്കുന്ന, അതും ഭിന്നശേഷി പ്രവർത്തകനായ ആ ഒരു വ്യക്തിയെ ഒരു വിദ്യാർത്ഥിയുടെ കാല് ചവിട്ടി ഒടിക്കുന്ന ഒരു സാഹചര്യം അല്ലേ അത്. എന്നിട്ട് അയാൾ പറയുകയാണ്, നിന്റെ ഒരു കാല് വയ്യ, മറ്റേ കാലും കൂടെ ഞങ്ങൾ ചവിട്ടി ഒടിക്കുമെന്ന് പറയുന്ന അത്രയും ക്രൂരം. കാരണം ഈ SFIയുടെ ഇവരൊപ്പം പ്രവർത്തിച്ചിരുന്ന നേതാക്കളായിരുന്നു ഒന്ന് സിദ്ധാർത്ഥനെ ഈ രീതിയിൽ കൊലപ്പെടുത്തി. ഇപ്പോൾ അന്വേഷണം നടക്കുന്നുള്ളൂ. കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. അതിന് സമാനമായ ഒരു സംഭവം നിൽക്കുമ്പോഴാണ് SFIക്ക് മാറ്റമില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നു, ചർച്ച നടന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ ഇപ്പോഴെങ്കിലും മാറ്റം ഇവിടെ കാണിക്കണ്ടേ യൂണിവേഴ്സിറ്റിയിലെങ്കിലും. ആ മാറ്റത്തിന് പോലും അവർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നടന്ന വിദ്യാർത്ഥിക്ക് സമാനമായി തന്നെയായിരുന്നു അന്ന് സിദ്ധാർത്ഥനും ആ കോളേജിൽ സംഭവിച്ചത്. സിദ്ധാർത്ഥനെ ഒരു കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു അനാവശ്യം പറഞ്ഞെന്നോ അങ്ങനെ ഒരു ചെറിയൊരു കേസ് ഉണ്ടാകുന്നു. ഈ കേസ് ഉണ്ടാകുമ്പോൾ അത് ആദ്യം പ്രിൻസിപ്പാളിനോ അതോടൊപ്പം തന്നെ കോളേജ് അധികൃതരെയാണ് അറിയിക്കാനുള്ളതായിരുന്നു. ഇത് പക്ഷേ SFI ആണല്ലോ ഈ നാം യൂണിവേഴ്സിറ്റി കോളേജിൽ കണ്ടതിന് സമാനമായി ഈ SFIയുടെ ഒരു സാമ്രാജ്യം. അവിടെ കോടതിയും അതോടൊപ്പം തന്നെ ഈ പരാതി സ്വീകരിക്കുന്നതും പരാതി കേൾക്കുന്നതും പരാതി നടപ്പിലാക്കുന്നതുമെല്ലാം ഒരു കോടതിക്ക് സമാനമായി പ്രവർത്തിക്കുന്നത് SFI ആണ്. ആ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചാണ്. അങ്ങനെ ഈ കോടതിക്ക് മുന്നിൽ SFIയുടെ കോടതിക്ക് മുന്നിൽ ഈ പരാതി വരുന്നു. ഈ പെൺകുട്ടിയെ ഈ ശല്യപ്പെടുത്തിയെന്ന് അങ്ങനെ രീതിയിൽ എന്തോ ഒരു പരാതിയാണ് ലഭിക്കുന്നത്. കോളേജ് അധികൃതർക്ക് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ അവരാണ് നടപടി എടുക്കാറുള്ളത്. പക്ഷെ അങ്ങനെ കോളേജ് അധികൃതരിലേക്ക് ഇത്തരം സംഭവങ്ങൾ SFI എത്തിക്കില്ല. തങ്ങളുടെ പക്കൽ എത്തിക്കുകയും തങ്ങൾ ഈ നീതി നടപ്പിലാക്കുന്ന ഒരു രീതി. അങ്ങനെയായിരുന്നു. ഈ പ്രശ്നം ഉയർന്നതിന് പിന്നാലെ സിദ്ധാർത്ഥൻ നാട്ടിലേക്ക് വരികയാണ്. സിദ്ധാർത്ഥന്റെ വീട് തിരുവനന്തപുരത്താണ്. അങ്ങനെ എറണാകുളത്തേക്ക് എത്തുമ്പോഴായിരുന്നു സിദ്ധാർത്ഥനെ ഈ സുഹൃത്ത്, കൂടെ പഠിക്കുന്നത് തന്നെ സുഹൃത്ത് തിരിച്ചു വിളിച്ചു വരുത്തി ആ കോളേജിൽ 3 ദിവസം ഈ ആഹാരം പോലും ഇല്ലാതെ പൂട്ടിയിടുന്നൊരു സാഹചര്യമുണ്ട്. ഈ പൂട്ടിയിട്ടതിന് പിന്നെ ഇവർ നഗ്നരാക്കി മർദ്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിലേറ്റവും ഒരു പ്രതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പാൻറിലിടുന്ന ബെൽറ്റ് ഊരി ഈ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നു, കഴുത്ത് ഞെരിക്കുന്നു. അത്തരത്തിൽ അങ്ങനെ കഴുത്ത് ഞെരിച്ചിരിക്കുമ്പോഴാണ് ഈ സിദ്ധാർത്ഥന് ആഹാരം കഴിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം ഇറുക്കിയുമ്പോൾ ആ തൊണ്ടയിൽ മുറിവ് പറ്റുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. പിന്നെ ആഹാരം പോലും കഴിക്കാൻ കഴിയാതെ, വെള്ളം പോലും കുടിക്കാൻ കഴിയാതെയായിരുന്നു സിദ്ധാർത്ഥൻ ആ 3 ദിവസം കഴിഞ്ഞതെന്നായിരുന്നു അന്ന് ഈ റിപ്പോർട്ടെല്ലാം ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഇത്തരം മുറിവുകൾ കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ചവിട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. വയറിൽ ചവിട്ടുന്നു. അപ്പോൾ അത് ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ പരിക്കേൽക്കുന്ന രീതിയാണ്. അങ്ങനെ നാം കണ്ടിട്ടില്ലാത്തത്ര ക്രൂരതയാണ് ഈ വിദ്യാർത്ഥികൾ ചെയ്തത്. ചിലപ്പോൾ ഈ നീതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചിലപ്പോൾ നാം താലിബാനിലെല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് സമാനമായി തന്നെ ഈ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് എങ്ങനെ
ഇവർക്ക് കഴിഞ്ഞു എന്നത് അന്ന് കോടതിയെ തന്നെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. അതിനുശേഷം പക്ഷേ ഈ കേസ് പൂർണ്ണമായി ഒതുക്കി തീർക്കാൻ അന്ന് SFIയുടെ ഭാഗത്ത് നിന്നും സമ്മർദ്ദമുണ്ടായിരുന്നു. ഇതിന്റെ പ്രതികൾ മുഴുവൻ SFIയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അന്ന് പിടിക്കപ്പെട്ടത്. തുടക്കത്തിൽ തന്നെ ഈ അനുസ്മരണ യോഗമുണ്ടായിരുന്നു സിദ്ധാർത്ഥന്റെ. അപ്പോൾ അവിടുത്തെ ഡീൻ ഉൾപ്പെടെ പ്രിൻസിപ്പാളോ ആരോ പറയുകയാണ്, ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ പുറത്ത് പറയരുതെന്ന് ഇദ്ദേഹം മൈക്കിലൂടെ പറയുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ പിന്നീട് പുറത്തു വന്നിരുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു അധ്യാപകൻ തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ പുറത്ത് പറയരുത്. ആ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് എന്ത് നടന്നെന്ന് പുറത്തു വന്ന് പറയുന്നു? മാധ്യമങ്ങൾ ഇതിനുവേണ്ടി പലതവണ ശ്രമിച്ചിരുന്നു. പക്ഷെ ഒരു വിദ്യാർത്ഥി പോലും ഇത് അന്ന് എന്താണ് നടന്നത് ഇപ്പോഴും അത് അറിയില്ല. അന്ന് എന്താണ് അവിടെ നടന്നത്, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പിന്നെ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഫലമായാണ് ഈ മർദ്ദിച്ച വിദ്യാർത്ഥികളാണ് പറയുന്നത്, ഞങ്ങൾ ഇത് ഇങ്ങനെയെല്ലാം മർദ്ദിച്ചിട്ടുണ്ട്, ഇങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥികളാണ്. പക്ഷേ ഇത് കണ്ടു നിന്ന വിദ്യാർത്ഥികളുണ്ട്. അത് ഈ ഹോസ്റ്റലിൽ ആയിരത്തിലല്ല അതിൽ കൂടുതലുള്ള വിദ്യാർത്ഥികളാണ് സിദ്ധാർത്ഥനെ നഗ്നനാക്കി മർദ്ദിക്കുന്നത് കണ്ടത്. ഈ ഹോസ്റ്റലിലായിരുന്നു സംഭവം. ഈ ഹോസ്റ്റലിൽ സിദ്ധാർത്ഥനെ പുറത്തിറങ്ങിയിട്ട് ബാക്കിയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും വിളിച്ച് നിർത്തി ഒരു പരസ്യ വിചാരണയായിരുന്നു അന്ന് സംഭവിച്ചത്. അങ്ങനെ ഇത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ച് ഈ കുട്ടിയെ മർദ്ദിക്കുകയാണ്. അന്നൊരു വിദ്യാർത്ഥിക്ക് പോലും അത് ചോദ്യം ചെയ്യാൻ സാധിച്ചില്ല എന്നതും എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു. അല്ല, തീർച്ചയായും അതാണ് പറഞ്ഞത്. അത്രത്തോളമായിരുന്നു SFIയുടെ ഭീകരത. SFI അത്രത്തോളം ഈ കുട്ടികളെ ഭയപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇത് കാരണം ഈ ഒരു കോളേജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാവരും തങ്ങളുടെ കരിയറാണല്ലോ സ്വപ്നം വെച്ച് പോകുന്നത്. ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വിദ്യാർത്ഥികൾ കാണും, അതോടൊപ്പം തന്നെ വലിയ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ കാണും. അപ്പോൾ അവരുടെ എല്ലാം കരിയർ ഇല്ലാതാക്കാൻ അവർ എന്തായാലും ശ്രമം നടത്തില്ല. അതിനാൽ തന്നെയാണ് ഇവർ ഇത്രയും നാളായിട്ട് അന്ന് പോലീസിന്റെ അന്വേഷണത്തോട് സഹകരിക്കാൻ പോയാലും വിദ്യാർത്ഥികൾ ഭയപ്പെടുന്ന സാഹചര്യമുണ്ട്. പോലീസ് പലതവണ ഈ വിദ്യാർത്ഥികളുണ്ടല്ലോ, പല വിദ്യാർത്ഥികളെയും കണ്ടു പറയും, നിങ്ങൾ കണ്ടതിനെ കുറിച്ച് പറയൂ, നിങ്ങൾക്ക് സംരക്ഷണം തരാമെന്ന് പറഞ്ഞാൽ പോലും വിദ്യാർത്ഥികൾ ഭയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവ പൂർണ്ണമായി തന്നെ SFI ആണ് ഭയപ്പെട്ടത്. എന്തായാലും അന്ന് കോളേജ് തുടക്കത്തിൽ ആ കേസ് ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചത്. കാരണം 3-4 ദിവസം ഇത് പുറത്തറിയാതെ ഈ സംഭവം സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യുന്നു, വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നു സംസ്കരിക്കുന്നു. അതിനുശേഷം ഈ വീട്ടിലെ അമ്മയും മാതാപിതാക്കൾ നിരന്തരം ഈ മാധ്യമങ്ങളോട് ഉൾപ്പെടെ പ്രതികരിച്ചതിന് ശേഷമായിരുന്നു ഈ സംഭവം എന്ന വാർത്തയത് തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അത്രയും മാധ്യമങ്ങളിൽ വാർത്തയാകുന്നതുവരെ ഈ സിദ്ധാർത്ഥിനെ ക്രൂരമായി പരസ്യ വിചാരണ ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനോ ആ കോളേജിൽ നിന്ന് പുറത്താക്കാനോ കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ല. പിന്നീട് നിരന്തരം മാധ്യമ വാർത്തകൾ പുറത്തു വരുന്നു. സിദ്ധാർത്ഥന്റെ അമ്മയും അച്ഛനും പ്രതികരിക്കുന്നു, തൻ്റെ മകൻ അങ്ങനെ ആത്മഹത്യ ചെയ്യില്ല, ഈ വിദ്യാർത്ഥികൾ നിരന്തരം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ചില വിദ്യാർത്ഥികൾ 1-2 പെൺകുട്ടികൾ അങ്ങനെയാണ് ഈ കേസിന്റെ തുടക്കം തന്നെ വരുന്നത്. ഈ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഈ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതായും അധികൃതർ വിളിച്ചു പറഞ്ഞത്, കോളേജ് അധികൃതർ വിളിച്ചു പറഞ്ഞു മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ അതിന്റെ കൂടെ 2-3 വിദ്യാർത്ഥികൾ ഈ സുഹൃത്തുക്കൾ ഇവിടെ എത്തുന്നു. അപ്പൊ ഈ വിദ്യാർത്ഥികൾ ഈ അമ്മയുടെയോ അച്ഛൻ്റെയോ ചെവിയിൽ രഹസ്യമായി പറയുകയാണ്, സിദ്ധാർത്ഥനെ ഇതേപോലെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്, ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് രഹസ്യമായി ചെവിയിൽ പറഞ്ഞിട്ട് പോവുകയാണ്. അവിടെ നിന്നാണ് ഈ കേസിന് വഴിത്തിരിവുണ്ടാകുന്നത്. പക്ഷെ ആ വിദ്യാർത്ഥികൾക്ക് എന്തായാലും പോലീസിന്റെ കൂടെ പറയാൻ ഈ കാര്യത്തിൽ ഭയമായിരുന്നു. ഇത് രഹസ്യമായി മാതാപിതാക്കളോട് പറഞ്ഞിട്ട് പോയി. ആ കേസ് എന്തായാലും പിന്നീട് ഇങ്ങനെ വലിയ ഗവർണർ ഇടപെടുന്നു, മാധ്യമങ്ങൾ ഇടപെടുന്നു. അങ്ങനെയാണ് ഈ സംഭവം ജനങ്ങൾ ഏറ്റെടുക്കുകയും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം കൊണ്ടായിരുന്നു അന്ന് ഈ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യുന്നു. വിദ്യാർത്ഥികൾ അന്ന് SFI നേതാക്കളായിരുന്നു. അതിൽ പകുതി പേരും, അത് 10-ലധികം പ്രതികളെ ഈ പലരും പലതവണ ഒളിവിലായിരുന്നു. പലരും പല ദിവസങ്ങളിൽ ഒളിവിലായിരുന്നവരെ പിന്നീട് പോലീസ് പിടികൂടുകയാണ്. അതും ഈ വിദ്യാർത്ഥികളെ പിടികൂടാനായിട്ട് ഒരു 2 ആഴ്ചയെല്ലാമാണ് എടുത്തിരുന്നത്. ആ അത്തരത്തിലായിരുന്നു പോലീസിന്റെ രീതി. എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഈ 17 വിദ്യാർത്ഥികളെ അന്ന് ഡീബാർ ചെയ്തിരുന്നു. മറ്റു കോളേജുകളിൽ പഠിക്കുവാനോ അവർക്ക് പരീക്ഷ എഴുതാനോ അങ്ങനെ അതിനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. എന്തായാലും ആ പ്രതികൾ കോടതിയിലെത്തി ഇത് മാറ്റിയിട്ടുണ്ട്. ഡീബാർ കോടതിയുടെ തീരുമാനം പിൻവലിച്ച് അവർക്ക് ഇനി ആ കോളേജിൽ പഠിക്കാൻ കഴിയും. അതിൽ എനിക്ക് ഏറ്റവും സംശയം ചിലപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം കാണും. കാരണം ഈ പോലീസും അതോടൊപ്പം തന്നെ
മറ്റ് പ്രോസിക്യൂഷൻ എല്ലാം ആണല്ലോ ഈ കേസ് വാദിക്കുന്നത്, തെളിവുകൾ ഹാജരാക്കുന്നത്. പ്രതികൾക്ക് അനുകൂലമായാണോ ഇത്തരം തെളിവുകൾ ഹാജരാക്കിയതെന്ന് ഇനി പുറത്തു വരാനിരിക്കുന്നു. എന്തായാലും ആ കുടുംബത്തിന് ഈ SFI അധികാരമുള്ള ഒരു സർക്കാർ, ഇപ്പോൾ CPM സർക്കാർ ഇരിക്കുമ്പോൾ എന്തായാലും ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല.